കേരളത്തിലെ ഒരു സർവകലാശാല ലഹരിയിൽ നിന്ന് തങ്ങളെ മുക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SFIക്കാരിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നതിൻ്റെ വാർത്ത പുറത്തു വരുന്നു. അതായത് രജിസ്ട്രാറാണ് ഈ അപേക്ഷ നൽകിയിരിക്കുന്നത്. അതെ, വളരെ രസകരമാണ്. ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ സർവകലാശാലകളെ രക്ഷിക്കാൻ വേണ്ടി SFI സമരം നടത്തുകയാണ്. അതെ, SFIക്കാർ കഴിഞ്ഞ 9 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കാലടി സംസ്കൃത സർവകലാശാലയുടെ രജിസ്ട്രാർ ആലുവ റൂറൽ SPക്കും കാലടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും പരാതി നൽകി. അങ്ങനെയുണ്ട്. സിൻഡിക്കേറ്റ് ഭരിക്കുന്നത് CPM, സുനിൽ P. ഇളയടത്തിൻ്റെയൊക്കെ കോളേജാണേ. അവിടെയാണ് ഈ സംഭവം ഉണ്ടായി. അവിടുത്തെ സിൻഡിക്കേറ്റ്, പുതിയ സിൻഡിക്കേറ്റ് വന്നു. നേരത്തെ ഈ സർവകലാശാലയിലുണ്ടായിരുന്ന കുറേ വയസ്സന്മാരുടെ സിൻഡിക്കേറ്റ് ആയിരുന്നു. ഇപ്പോൾ പുതിയ സിൻഡിക്കേറ്റ് വന്നു, CPMൻ്റെ സിൻഡിക്കേറ്റാണ്. നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന എറണാകുളത്തെ CPMൻ്റെ യുവ നേതാവായ അഡ്വക്കേറ്റ് KS അരുൺകുമാറൊക്കെ ഈ സിൻഡിക്കേറ്റിലെ മെമ്പറാണ്. അവരുൾപ്പെടെയുള്ള സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് സർവകലാശാലയുടെ രജിസ്ട്രാർ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ഒരു ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് രജിസ്ട്രാർ. കാലടി സംസ്കൃത സർവകലാശാല ലഹരി മരുന്നിൻ്റെ കേന്ദ്രമാണ്. നോക്കൂ, ഒരു സർവകലാശാല മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാണെന്ന് രജിസ്ട്രാർ തുറന്നു പറഞ്ഞിരിക്കുന്നു. സംശയമുള്ളവർക്ക് നമുക്ക് കത്ത് കാണിക്കാം, പോലീസിന് കൊടുത്ത കത്ത്. അതിനകത്ത് നമ്പറൊക്കെ ഉണ്ട്, നമ്പറൊന്നും വായിക്കണ്ട. രജിസ്ട്രാർ സ്വീകർത്താവായ ജില്ലാ പോലീസ് മേധാവിക്ക്, എറണാകുളം റൂറൽ SPക്ക് കൊടുത്തിരിക്കുന്ന കത്ത്. സർ, വിഷയം കാലടി സംസ്കൃത സർവകലാശാല ലഹരി വിമുക്തമാക്കുന്നതിനും ക്യാമ്പസിലേക്ക് വിദ്യാർത്ഥികൾ അല്ലാത്തവരുടെ പ്രവേശനം തടയുന്നതുമായി ബന്ധപ്പെട്ട്. എന്താണ് ലഹരി വിമുക്തമാക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലഹരിയുടെ പിടിയിലാണ്. സംസ്കൃത സർവകലാശാലയിൽ അച്ചടക്കം ഉറപ്പുവരുത്തുന്നതിനും ലഹരി വിമുക്ത ക്യാമ്പസാക്കി മാറ്റുന്നതിനും വേണ്ടി സിൻഡിക്കേറ്റ് ഒരു ഉപസമിതിയെ നിശ്ചയിക്കുകയും ഉപസമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 12 നിബന്ധനകൾ അടങ്ങുന്ന ഒരു ഉത്തരവ് ജൂലൈ മാസം 1 നടപ്പിൽ വരുത്തുകയും ചെയ്തു. ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, ഇപ്പോൾ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു രാത്രി 11 മണിക്ക് സർവകലാശാലയുടെ ഗേറ്റുകൾ അടയ്ക്കാൻ തീരുമാനിച്ചു. പുറത്ത് ഒരാളും 11 മണി കഴിഞ്ഞാൽ സർവകലാശാലയിലേക്ക് കയറാൻ പാടില്ല. സർവകലാശാലയിൽ കയറിയാൽ ഹോസ്റ്റലിൽ കയറാം. അപ്പം മെയിൻ ഗേറ്റ് അടയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ വിദ്യാർത്ഥികൾ സമരം തുടങ്ങി. 9 ദിവസമാണ് ഇപ്പോൾ സമരം തുടങ്ങുന്നത്. അപ്പോൾ ഇതിനൊരു പശ്ചാത്തലമുണ്ട്. അതായത് അഡ്വക്കേറ്റ് അരുൺകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വന്നു കഴിഞ്ഞപ്പോൾ, സിൻഡിക്കേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ, ഈ ക്യാമ്പസിൽ മയക്കുമരുന്നിൻ്റെ കളിയാണ്. ഒരിക്കലും ഗേറ്റ് അടയ്ക്കത്തില്ല. രാത്രി പകലുള്ളതിനേക്കാളും തിരക്കാണ് രാത്രി സർവകലാശാലയിൽ. അവിടെ രാത്രി മുന്തിയ കാറുകൾ, ലക്ഷറി കാറുകൾ വരുന്നു, ക്യാമ്പസിൽ ഇല്ലാത്തവർ വരുന്നു. അതുമാത്രമല്ല, ഈ കത്തിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. സർവകലാശാലയുമായി യാതൊരു ബന്ധമില്ലാത്ത നിരവധി പേർ ക്യാമ്പസിലെ വിവിധ ഹോസ്റ്റലുകളിൽ അനധികൃതമായി താമസിക്കുന്നു. ഹോസ്റ്റൽ വിദ്യാർത്ഥിയല്ല, സർവകലാശാലയായിട്ട് ബന്ധമില്ല, അവരെല്ലാം സർവകലാശാലയുടെ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നു. ഇത് മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാണെന്നൊക്കെ പരാതി ഉണ്ടായപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ ക്യാമ്പസിൽ സന്ദർശനം നടത്തി. കേൾക്കണം, നമ്മുടെ രക്ഷിതാക്കൾ മുഴുവൻ കേൾക്കേണ്ടതാണ്. സന്ദർശനം നടത്തിയപ്പോൾ രാത്രി ക്യാമ്പസിന് പുറത്തുള്ള ഒരുപാട് ആളുകൾ ബെൻസിലും BMW ഒക്കെ ആയിട്ട് ക്യാമ്പസിനകത്തുണ്ട്. ഇവർ ഹോസ്റ്റലുകളിൽ പോയി. ഹോസ്റ്റലുകളിൽ ചെന്നപ്പോൾ ചില ഹോസ്റ്റലിലൊക്കെ സ്ത്രീകളുടെ അടിവസ്ത്രം തൂക്കിയിട്ടിരിക്കുന്നു, ബോയ്സ് ഹോസ്റ്റലിൽ. അപ്പോൾ ചോദിച്ചു, ഇത് ആരുടെയാണ്? അത് ഞങ്ങളുടെ സഹോദരിമാരാണ്, അവരിവിടെ വന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അവർ കുളിക്കുക എന്ന് പറഞ്ഞു. കുളി കഴിഞ്ഞ് വരട്ടെ എന്ന് പറഞ്ഞു. കാത്തിരുന്നു, നോക്കി. വന്നപ്പോൾ ചോദിച്ചു, നിങ്ങളാരാ? അപ്പോൾ അവരാ കോളേജുമായി ഒരു ബന്ധവുമില്ലാത്ത ഔട്ട്സൈഡേഴ്സിനെ ക്യാമ്പസിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ സ്ത്രീകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. തീർന്നില്ല, വനിതാ ഹോസ്റ്റലിൽ ഈ സിൻഡിക്കേറ്റ് സംഘം പോയി എന്നാണ് പറയുന്നത്. സിൻഡിക്കേറ്റ് അംഗം പോയപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ കാണുന്നു. പുരുഷന്മാരെ കിട്ടി. ഏത്? വനിതാ ഹോസ്റ്റലിൽ നിന്ന്. അപ്പം ഹോസ്റ്റലുകളിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇടകലർന്ന് ജീവിക്കുന്നു. പുറത്തു നിന്നുള്ള സ്ത്രീകളും പുരുഷന്മാരും വനിതകളുടെയും പുരുഷന്മാരുടെയും ഹോസ്റ്റലുകളിൽ വരുന്നു. എങ്ങനെയുണ്ട്? അതിന് അവർ പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? കുട്ടികളെന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. അവർ പറഞ്ഞ ന്യായം, ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ്. അരുൺകുമാറും സംഘവും, ഞാൻ അരുൺകുമാറിനോട് സംസാരിച്ചിട്ടില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അരുൺകുമാറും സംഘവും ഇതൊക്കെ വീഡിയോഗ്രാഫി ചെയ്തു, ഫോട്ടോസ് എടുത്തു. ഇതെല്ലാമായി അരുൺകുമാർ, SFIക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റാണ്. SFI ആണ് യൂണിയൻ ഭരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ അരുൺകുമാറിനെ പോലെയുള്ള CPM-ലെ നല്ല മനുഷ്യരായിട്ടുള്ള മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സദാചാരത്തിനും സമൂഹത്തിൻ്റെ നന്മയുമൊക്കെ വലുതാണെന്ന് കരുതുന്ന ഈ സഖാവ്, അങ്ങനെ സഖാവെന്ന് വിളിക്കാവുന്ന ഒരാളാണ് അരുൺകുമാർ. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹം നേരെ ഈ തെളിവുകളുമായി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിനെ കണ്ടു. അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന് ശേഷം കടുത്ത നടപടികളെടുക്കാൻ സിൻഡിക്കേറ്റിന് അനുവാദം കിട്ടി, രാഷ്ട്രീയമായ അനുമതി കിട്ടി. അങ്ങനെയാണ് ജൂലൈ 1-ന് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് ആര് തീരുമാനിച്ചത്? സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. ഗേറ്റ് 9:30 അടക്കണമെന്ന് തീരുമാനിച്ചു. അത് പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും ചർച്ച ചെയ്തു. 11 മണിയായി. 11 മണിക്കും ഗേറ്റ് അടയ്ക്കാൻ പാടില്ല. ഹോസ്റ്റലുകളിൽ എപ്പോൾ വേണേലും കയറി ഇറങ്ങി നടക്കാം. ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പെൺകുട്ടികൾക്ക് വരാം, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ആൺകുട്ടികൾക്ക് വരാം. ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാവശ്യപ്പെട്ട് പുറത്തു നിന്നുള്ള ആളുകളും ക്യാമ്പസിലേക്ക് വരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ്, ആരുടെ നിർദ്ദേശം? CPM-ൻ്റെ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം. CPM ഭരിക്കുന്ന സർവകലാശാല, ആ സർവകലാശാല എടുത്ത തീരുമാനം നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നാവശ്യപ്പെട്ട് SFI ഇന്ന് 9-ാം ദിവസം സമരം നടത്തുകയാണ്. അപ്പോഴാണ് സർവകലാശാല രജിസ്ട്രാർ ഔദ്യോഗികമായിട്ട് എന്തു പറഞ്ഞിരിക്കുന്നത്? ഇത് ലഹരി മരുന്നു കേന്ദ്രമാണ് കേരളത്തിലെ ഒരു സർവകലാശാല എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. എവിടെയെന്നറിയോ? JNU ഇതൊക്കെ ഉണ്ട്. അവിടെ കോണ്ടം, ഗർഭനിരോധന ഉറ കിട്ടുന്ന വെൻഡിങ് മെഷീൻ, പൈസ ഇട്ടാൽ അത് കിട്ടുന്ന സാധനം വരെ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട വിദ്യാർത്ഥികളുണ്ടായിരുന്ന ക്യാമ്പസാണ്. 50ഉം 55ഉം വയസ്സുള്ളവർ അവിടെ 20 രൂപ വാടക കൊടുത്ത് വിദ്യാർത്ഥി എന്ന വ്യാജേന ക്യാമ്പസുകളിൽ, ഹോസ്റ്റലുകളിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അടിച്ച് തൊഴുത്ത് ക്ലീനാക്കി BJP സർക്കാർ വന്നതിന് ശേഷം. ഇപ്പോൾ കേരളത്തിലെ ഒരു സർവകലാശാലയ്ക്ക് പരസ്യമായി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് പോലീസിന് മുമ്പാകെ പോവണം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഗുരുതരമായിരിക്കും അവിടുത്തെ പ്രശ്നം. അപ്പോൾ സർവകലാശാലയെ സംരക്ഷിക്കണം, ഗവർണറാണ് സർവകലാശാലകളെ നശിപ്പിക്കുന്നത് എന്ന് പറയുന്ന SFI ഭരിക്കുന്ന യൂണിയനാണ് കാലടി സർവകലാശാലയിൽ. എങ്ങനെയുണ്ട്? അപ്പോൾ SFI സംരക്ഷിക്കുന്ന ആരെയാണ്? ഇത്തരം ക്രിമിനലുകളാണ്. ആണിനും പെണ്ണിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്റ്റലിൽ പോകാൻ പറ്റണം, അവിടെ കിടക്കാൻ പറ്റണം, അവിടെ കുളിക്കാൻ പറ്റണം, പുറത്തുനിന്നുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പറ്റണം, പുറത്തുനിന്നുള്ളവർക്ക് വനിതകളുടെ ഹോസ്റ്റലിൽ കയറാൻ പറ്റണം. രാത്രി ലക്ഷറി കാറുകളുമായിട്ട് പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഈ കത്തി പറയുന്നുണ്ട്. ക്യാമ്പസുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നു. പുറത്തു നിന്നുള്ളവർ ക്യാമ്പസിൽ രാത്രി കഴിഞ്ഞാൽ, രാത്രി സമയത്ത് അനേകം ഡസൻ കണക്കിന് വാഹനങ്ങളാണ് ക്യാമ്പസിനകത്ത്. വലിയ ആൾക്കൂട്ടവും അവിടെ ഇരുന്ന് ലഹരി ഉപയോഗിക്കുന്നു. അങ്ങനെ സർവകലാശാല എന്ന് പറയുന്നതിൻ്റെ എല്ലാ സങ്കല്പങ്ങളും, അത് മാത്രമല്ല ശ്രീശങ്കരാചാര്യരുടെ പേരുള്ള സർവകലാശാലയാണ്, അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നിപ്പോൾ സർവകലാശാലയ്ക്ക് തുറന്നു പറയേണ്ടി വരും. അപ്പോൾ സർവകലാശാലയെ രക്ഷിക്കണം. ആരിൽ നിന്ന് രക്ഷിക്കണം? മദ്യത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, പെൺവാണിഭവത്തിൽ നിന്നും രക്ഷിക്കണം. അതിന് സംരക്ഷണം കൊടുക്കുന്ന ആരാണ്? SFI. എങ്ങനെയുണ്ട്? ഇപ്പോൾ തുടങ്ങിയതല്ല. അതായത് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ 2004 ഡോക്ടർ KS രാധാകൃഷ്ണൻ ആ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. അപ്പോഴീ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 24 മണിക്കൂറും ഹോസ്റ്റലിൻ്റെ ഗേറ്റുകളും സർവകലാശാലയുടെ ഗേറ്റുകളും തുറന്നിടുന്നത് KS രാധാകൃഷ്ണൻ അടപ്പിക്കാൻ തീരുമാനിച്ചു. അന്നുണ്ടായിരുന്നു 2005 20 വർഷം മുമ്പ്. ഉടനെ അവിടെ ഈ SFI അന്ന് സമരം നടത്തി. എങ്ങനെയാണെന്നറിയോ? അടിവസ്ത്രങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ടായിരുന്നു സമരം. KSRനെതിരെ സമരം നടത്തിയത്. പക്ഷേ ആ സമരം കുറേ കാലം നടന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ SFIയുടെ ഒരു ഗുണ്ടായുസത്തിന് മുന്നിൽ VC-യുടെ നിലപാട് പരക്കെ അംഗീകരിക്കപ്പെട്ടെങ്കിലും അവരങ്ങ് ജയിച്ചു എന്ന് പറയാം. കാരണം ഗേറ്റ് അടയ്ക്കാനൊന്നും അവർ സമ്മതിച്ചില്ല. അങ്ങനെയാണ് ഇപ്പോഴും ഇപ്പം ഈ പറയുന്ന സർവകലാശാലയ്ക്ക് തങ്ങളുടെ ക്യാമ്പസ് ഇപ്പോൾ ലഹരി മാഫിയയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അത് തടസ്സപ്പെടുത്താൻ, അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുമ്പോൾ SFIയുടെ പേരിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു. ഞങ്ങൾക്ക് സർവകലാശാലയെ രക്ഷിക്കാൻ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിന് പരാതി കൊടുത്തിരിക്കുന്നു. നമ്മുടെ പത്രങ്ങളിലൊന്നും വാർത്തയായില്ലല്ലോ. ഇല്ല. പത്രക്കുറിപ്പ് ഇറക്കി ഇതിലെ ഇനിയിപ്പോൾ ലോക്കൽ എഡിഷനിൽ കൊടുത്തിരിക്കും. കാരണം ഇപ്പോൾ അത് കൊടുത്താൽ SFIക്ക് വലിയ ക്ഷീണമാണ്. SFI ഭരിക്കുന്ന യൂണിയൻ SFIയുടെ കുടി വെച്ചിട്ടാണ് സമരം നടത്തുന്നത്. അവിടുത്തെ സിൻഡിക്കേറ്റ് SFI, CPM, സുനിൽ P. ഇളയിടത്തിൻ്റെ കോളേജ്. ഇപ്പോൾ ആക്ഷനുമായിട്ട് വന്നിരിക്കുന്നത് അരുൺകുമാർ.
എങ്ങനെയുണ്ട്? അപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളെ മയക്കുമരുന്ന് കേന്ദ്രങ്ങളാക്കുന്നത്, അരാജകവാദികളാക്കുന്നത്, ലൈംഗിക വ്യാപാര കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് ആരാണ്? SFI എന്ന് പറയേണ്ടി വരും. എന്തു പറയേണ്ടി വരും? കാരണം സർവകലാശാലയെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് സംരക്ഷണം സമരക്കാർ SFI ആണ്. അപ്പോൾ രാത്രി 11:30 ശേഷവും കോളേജിൻ്റെ സർവകലാശാലയുടെ ഗേറ്റ് തുറന്നിടണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഞങ്ങൾക്ക് ആൺകുട്ടികളുടെ ഹോസ്റ്റലിലും പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ആൺകുട്ടികൾക്കും പോയി താമസിച്ച് കുളിക്കുകയാണ്. അവിടുത്തെ ബാത്റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കുളിയാണ്. അങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ് അനുവദിച്ചു കൊടുക്കുക? പിന്നെ ആൺകുട്ടികളുടെ മുറികളിൽ നിന്ന് ആ ക്യാമ്പസിലല്ലാത്ത സ്ത്രീകളെ കണ്ടെത്തുക. എന്ത് വ്യഭിചാരശാലയോ, ബ്രോത്തൽ? ആ തരത്തിലേക്ക് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി മാറിയിരിക്കുന്നു. അവിടെ ക്യാമ്പസിനെ എങ്ങനെയെങ്കിലും ഒന്ന് ലഹരി മുക്തമാക്കി തരണം. ഇതിപ്പോൾ വേറെ കാര്യമുണ്ട്. ഈ പുതിയ സിൻഡിക്കേറ്റ് ഇങ്ങനെ ഇടപെടാനുള്ള കാരണം എന്നറിയോ? വെറുതെ അവർക്ക് തോന്നിയല്ല. റൂറൽ പോലീസും എക്സൈസും രേഖാമൂലം സർവകലാശാലയെ അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഇടപെടാൻ പറ്റുന്നില്ല, യൂണിവേഴ്സിറ്റിക്കകത്തല്ലേ. അതുകൊണ്ട് സർവകലാശാല നടപടിയെടുക്കണമെന്ന് ജില്ലയിലെ പോലീസും എക്സൈസും ആവശ്യപ്പെട്ട പ്രകാരമാണ് സർവകലാശാല ഒരു 12 ഗൈഡ് ലൈൻസ് പുറത്തിറക്കിയതെന്നാണ് പറയുന്നത്. അത് സമ്മതിക്കില്ല എന്നാണ് ഇപ്പം വിദ്യാർത്ഥികൾ എന്ന പേരിൽ വെള്ളക്കൊടി, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നെഴുതിയ കൊടിയുമായി സമരം ചെയ്യുന്നത്. ആ സമരത്തിനെതിരെയാണ് സിൻഡിക്കേറ്റ്. ഏത് സിൻഡിക്കേറ്റ്? CPM സിൻഡിക്കേറ്റ് ഇപ്പോൾ പ്രശ്നം നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ ഇപ്പോൾ പോലീസിനെ സഹായിച്ചിരിക്കുന്നത്. അപ്പോൾ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന വേണ്ടി വന്നാൽ പെണ്ണിനെ കിട്ടാൻ, കഞ്ചാവ് കിട്ടാൻ, MDMA കിട്ടാൻ CPMനെയും തള്ളിപ്പറയും. ഇതാണ് ഇപ്പോൾ ഗവർണർക്കെതിരെ സമരം നടത്തുന്ന SFIയുടെ ഒരു തനിനിറം. അത് ക്യാമ്പസിൽ ഇപ്പോൾ വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.